എല്ലാം ശുദ്ധമായി ശുദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ ദൈവചൈതന്യത്തിന് വന്നിട്ടുള്ള അശുദ്ധി മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ കലശം നടത്തുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഏലംകുളം പാലത്തോൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് നാളെ തുടക്കമാകും. മെയ് 2-ന് ആരംഭിക്കുന്ന കലശം 12-ന് സമാപിക്കും. ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഏലംകുളം പഞ്ചായത്തിൽ അതിപുരാതനമായ നിത്യശ്രീവേലി ഉണ്ടായിരുന്ന മഹാക്ഷേത്രമാണ് പാലത്തോൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ സ്ഥിതി ചെയ്യുന്ന പരിപാവനമായ ഈ സ്ഥലത്ത് ലക്ഷ്മണസ്വാമി ക്ഷേത്രം എന്നാണ് മഹാവിഷ്ണു ക്ഷേത്രം അറിയപ്പെടുന്നത്. 2000-ലധികം പഴക്കമുള്ള ക്ഷേത്രം ജീർണിച്ച് നാശത്തിന്റെ വക്കിലായിരുന്നു. ഭക്തജനങ്ങളുടെ സഹകരണം കൊണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗ്രാന്റ് ഉപയോഗിച്ചും ക്ഷേത്രത്തെ പുനരുദ്ധീകരിക്കുകയായിരുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെ രാജകീയ പ്രൗഢി വീണ്ടെടുത്ത പാലത്തോൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന നവീകരണ കലശത്തിന് നാളെ തുടക്കമാകും. 100 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന നവീകരണ കലശത്തിന് ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 20-ലധികം പൂജാരിമാരും കർമ്മങ്ങളുടെ ഭാഗമാകും. സന്താന ലബ്ധിക്കായി പുത്രകാമേഷ്ടി ഹോമം, കുടുംബശ്രേയസിന് തിരുവോണ ഊട്ടുപുര, വിദ്യാഭ്യാസ ഉന്നതിക്ക് വിദ്യാരാജ ഗോപാലാർച്ചന എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ദൈവ ചൈതന്യത്തിൽ വന്നിട്ടുള്ള അശുദ്ധി മാറ്റുന്നതിനായാണ് 11 ദിവസം നീണ്ടു നിൽക്കുന്ന നവീകരണ കലശം നടത്തുന്നതെന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് PK കേശവൻ പറഞ്ഞു. നമ്മുടെ ഈ ക്ഷേത്രം 2000 കൊല്ലം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. അത്രയും കൊല്ലം പഴക്കം ഉള്ള ഈ ക്ഷേത്രം പിൽക്കാലങ്ങളിൽ ഒരുപാട് ജീർണത സംഭവിക്കുകയും ഇവിടെയുള്ള എല്ലാ സമുച്ചയങ്ങളും നാശോന്മുഖമാവുകയും ചെയ്തു. ഞങ്ങളിവിടെ ഈ ജനങ്ങളെല്ലാവരും കൂടി 10-30 വർഷമായി ഇതിൻ്റെ പുറകിൽ ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടി ക്ഷേത്രം പുനരുദ്ധരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ശ്രീകോവിൽ, അഗ്രശാല, അതുപോലെ നമസ്കാര മണ്ഡപം തുടങ്ങി ഇവിടുത്തെ എല്ലാ ഭാഗവും കുളപ്പര, അതുപോലെ തന്നെ അഗ്രശാല, അതുപോലെ തന്നെ അയ്യപ്പക്ഷേത്രം, അതുപോലെ പാമ്പങ്കാവ് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും കേടുവന്ന് നാശമായി. അത് വീണ്ടും പുനരുദ്ധരിച്ച് ഇപ്പോൾ എല്ലാ പുനരുദ്ധാരണം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പത്തായപ്പരടക്കമുള്ള എല്ലാ സ്ഥലങ്ങളും പുനരുദ്ധാരണം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇവിടെ നവീകരണ കലശമാണ്. എല്ലാം ശുദ്ധമായി ശുദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ ദൈവചൈതന്യത്തിന് വന്നിട്ടുള്ള അശുദ്ധി മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ കലശം നടത്തുന്നത്. കലശത്തിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. സാംസ്കാരിക സമ്മേളനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥയിലായിരുന്ന ശ്രീകോവിൽ, മുഖമണ്ഡപം, ചുറ്റമ്പലം, മുളയറ, തിടപ്പള്ളി, കുളപ്പുര എന്നിവ ഭക്തജനങ്ങളുടെ സഹകരണം കൊണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗ്രാന്റ് ഉപയോഗിച്ചുമാണ് പുനരുദ്ധീകരിച്ചത്. പത്തായപ്പുര നവീകരണം, ആനപ്പള്ള മതിൽ പൂർത്തീകരണം, പ്രദക്ഷിണ വഴി, നടപ്പന്തൽ, തിരുമുറ്റം, കരിങ്കൽ പാകൽ തുടങ്ങിയ പദ്ധതികൾ ഇനിയും ബാക്കിയുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം. നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയാണ് ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് നിർലോഭമായ ആളുകളുടെ സഹായ സഹകരണത്തോടുകൂടി ക്ഷേത്രത്തിൻ്റെ ഒരുവിധം പുനരുദ്ധാരണങ്ങളൊക്കെ അകത്തുള്ള പുനരുദ്ധാരണേ ആയിട്ടുള്ളൂ, പുറത്തേക്ക് ആയിട്ടില്ല. ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് പ്രദക്ഷിണ വഴി. അതിനോടനുബന്ധിച്ച് പത്തായപ്പര ഒരു പുതുക്കിപ്പണിയിലേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ 2 ക്ഷേത്ര ഗോപുരങ്ങളുണ്ടായിരുന്നു, 2 പുറത്തും ഉണ്ടായിരുന്നു. അത് നാശപ്പെട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ തറ മാത്രമേ ഉള്ളൂ. തറ അതിവിപുലമായ രീതിയിലാണ് അതിൻ്റെ തറ നിർമ്മിച്ചിട്ടുള്ളത്. അത് നമുക്ക് പുനരുദ്ധരിക്കണം എന്നുണ്ട്. പിന്നെ ചുറ്റുമതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തരം ചുറ്റുമതിലാണുള്ളത്. വളരെ ഉയരത്തിലും വളരെ ഭംഗിയായിട്ടുമാണുള്ളത്. അത് അതിൻ്റെ കേടുപാടുകൾ തീർത്ത് നവീകരിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. അതിനിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാംസ്കാരിക സമ്മേളനത്തിൽ മലബാർ ദേവസ്വം കമ്മീഷണർ TC ബിജു അധ്യക്ഷത വഹിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 7-ന് കൈക്കൊട്ടിക്കളി, ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, ചാക്യാർകൂത്ത്, യോഗ, ഡാൻസ്, ഭക്തിഗാനങ്ങൾ, കോലാട്ടം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.